ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് എ ഗപ്പി ഫാം എന്നൊരു സീരീസാണ്. നമ്മൾ ഇത് പല വീഡിയോകളായിട്ടാണ് ഇടുന്നത്, പലതിലും പല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു സ്റ്റാർട്ട് എ ഗപ്പി ഫാം എന്നുള്ളതിൽ ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു പാത്രമാണ്. നല്ല പാത്രം എന്ന് പറയുമ്പോൾ ഗ്ലാസ് ടാങ്കിനേക്കാളും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബേസിൻസാണ്. അത് നമുക്കൊരു 100 രൂപക്കോ അതിൻ്റെ അടിയിലോ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ക്വാളിറ്റിയും ഏറ്റവും നല്ല ബ്രൂട്ട് സ്റ്റോക്കും ആണ്. ഇതൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അടുത്തൊരു വീഡിയോ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഗപ്പിയെ മേടിക്കുന്ന 2 ദിവസം മുമ്പ് ടാങ്ക് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ടേക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഉണങ്ങിയ വാഴയിലയും ഉണങ്ങിയ ബദാമിലയും നമ്മൾ ഏത് ടാങ്കിലേക്കാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൽ ക്ലോറിൻ കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആ ഒരു വെള്ളം 2 ദിവസം മുമ്പ് പിടിച്ച് വെച്ച് ഉപ്പും പിന്നീട് ഇതും കൂടി ഇട്ട് കൊടുക്കുക. ബദാമിൻ്റെ ഇലയും ഉണങ്ങിയ വാഴയിലയും ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒരു ഗോൾഡ് അല്ലെങ്കിൽ ബ്രൗൺ കളർ ഷെയ്ഡ് കളറാവും. അപ്പോൾ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ റെഡ്യൂസായി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫുഡാണ്. ഫുഡെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് പ്രിൻസ്വിൻ എന്ന ഫുഡാണ്, ഡ്രൈ ഫീഡായിട്ട്. ഈ ഒരു ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്ത്, കുഞ്ഞുങ്ങൾക്കായാലും അഡൾട്ട്സിനായാലും കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ്. നല്ല ഗ്രോത്ത് കിട്ടുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ലൈഫ് ഫീഡ് തന്നെയാണെങ്കിൽ മൊയിന നമ്മൾ ഗപ്പിനെ മേടിക്കുന്ന സ്ഥലത്ത് തന്നെ സ്റ്റാർട്ടർ കൾച്ചർ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ എങ്ങനെ നല്ല ക്വാളിറ്റിയോടെയുള്ള ഗപ്പീനെ നോക്കാമെന്ന അടുത്ത വീഡിയോ ആണ്.